ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, സ്വിച്ച് പ്രസ്താവനകൾ. അപ്പോൾ സ്വിച്ച് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നത് ഇൻറ്റീജർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിൻടാക്സ് നോക്കാം. സ്വിച്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിക്കോ, ഓവറോൾ ഇത് നോക്കുമ്പം സ്വിച്ച്, കേസ്, ബ്രേക്ക് ആൻഡ് ഡിഫോൾട്ട്, ഈ 4 വേർഡ്സും ഇതിൻ്റെ കീവേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ സ്വിച്ചിൽ നമ്മളൊരു എക്സ്പ്രഷൻ കൊടുക്കും, അതിന് താഴെ നമ്മളൊരു കേസ് കൊടുക്കും. കേസ് കോൺസ്റ്റന്റ് എന്തോ ആകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കേസ് കോൺസ്റ്റന്റ് കൊടുക്കുക, എന്നിട്ട് ഈ ഒരു കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് കൊടുക്കുക, ദെൻ ബ്രേക്ക്. ഇങ്ങനെ എത്ര കേസ് വേണമെങ്കിലും നമുക്ക് എഴുതാം. അതായത് നമ്മളിപ്പോൾ ഒരു 1 മുതൽ 10 വരെ, ഓക്കെ, ഒരു 10 കേസ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 10 കേസസ് കൊടുത്തതിൽ ഏത് കേസാണോ നമ്മൾ ചോദിക്കുന്നത്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ഒരു 5th കേസ് ആണെന്ന് പറയാണ്. അപ്പോൾ ആ ഒരു 5th കേസ് ഏതാണോ അതിന് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഈ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് ഒരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ ഒരു സ്വിച്ചിൽ നിന്ന് നേരെ ജമ്പ് ചെയ്യാം, അതായത് അവിടെ തീർന്നു. ജസ്റ്റ് നമുക്ക് ഈ ഒരു തേർഡ്, ഇപ്പൊ 3 ആണ്, 3rd കേസ് ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു 3rd കേസിലെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ശേഷം ഈ ഒരു ബ്രേക്കിൽ നിന്ന് പുറത്ത് വരാനാണ് നമ്മൾ, ഈ ഒരു സ്വിച്ചിൽ നിന്ന് പുറത്ത് വരാനാണ് നമ്മൾ ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 10 കേസ് കൊടുത്തു, പക്ഷെ ഞാൻ കൊടുത്ത ഇൻപുട്ട് ഒരു 12 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിനൊരു കേസ് ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഡിഫോൾട്ടിൽ എന്താണോ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമുക്കൊരു പ്രോഗ്രാമിലൂടെ ഇതങ്ങ് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം എന്താണെന്ന് നോക്കിക്കേ. പ്രോഗ്രാം ടു ഡിസ്പ്ലേ ദ ഡേ ഓഫ് എ വീക്ക് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമുക്ക് 7 ദിവസമുണ്ട് ഒരു വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 1 എന്ന് ടൈപ്പ് ചെയ്താൽ സൺഡേ എന്ന് വരണം, അങ്ങനെ വിചാരിക്കാം. ഓക്കെ, അതുപോലെ 1 കഴിഞ്ഞ് 2 അങ്ങനെ 7 വരെ കേസസ് നമുക്ക് കൊടുക്കാം. അതിന് കറസ്പോണ്ടിങ് ഏതാണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ഏതാണോ അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. അപ്പം നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്? ഡേ ആണല്ലേ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പം നമ്മൾ നമ്പർ അടിക്കുന്ന അനുസരിച്ച് ഡേ ഏതാന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് ഇൻറ്റ് ഡേ എന്ന് കൊടുക്കാം. അതായത് 1 മുതൽ 7 വരെയുള്ള നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇൻറ്റ് ഡേ എന്ന് നമ്മൾ കൊടുത്തു. ദെൻ സി ഔട്ടിൽ നമ്മൾ എന്ത് പറയണം? എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 7 എന്ന് പറയാം. ഓക്കെ, എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 7 നമുക്ക് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ, നമുക്ക് സി എന്ന് എഴുതണം. സി ഇൻ ഡേ കൊടുത്തു. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതണം അല്ലേ. അപ്പം നമുക്ക് സ്വിച്ച് എന്ന് നമുക്ക് ആദ്യം കൊടുക്കാം. എന്നിട്ട് ഇവിടെ എക്സ്പ്രഷൻ ഏതാ കൊടുക്കേണ്ടത്? സ്വിച്ചിൽ ഡേ ആണ് കൊടുക്കേണ്ടത് അല്ലേ. ഡേ ബേസ് ചെയ്തിട്ട് ആ ഒരു നമ്പർ ബേസ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. ഓക്കെ, അപ്പം സ്വിച്ച് നമ്മൾ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് കേസ് എന്താണ്? കേസ് 1 എന്ന് കൊടുത്തു. അതായത് 1 എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരണം എന്നുള്ളതാണ്. അപ്പം കേസ് 1 എന്ന് കൊടുത്തു, അതിൻ്റെ അകത്ത് നമ്മൾ ഒരു കോളൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഒരു ടാബ് അടിക്കുക. എന്നിട്ട് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത്, അതായത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, /n സൺഡേ. അപ്പോൾ 1 ആണെങ്കിൽ സൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു കേസ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്ക് കൊടുക്കണം. ഓക്കെ, ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് കൊടുക്കണം. ഇനി അടുത്ത കേസ് ഏതാണ്? 2 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ എന്താണ് വരേണ്ടത്? 2 ആണെങ്കിൽ നമുക്ക് മൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് അത് കൊടുക്കാം, മൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഇനി അത് കഴിഞ്ഞ് എന്ത് കൊടുക്കുക? ബ്രേക്ക് കൊടുക്കുക. അതുപോലെ എവിടം വരെ എഴുതണം? നമുക്ക് സാറ്റർഡേ വരെ എഴുതണം. ഓക്കെ, അപ്പോൾ കേസ് 3 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ട്യൂസ്ഡേ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് കൊടുത്ത് എഴുതാം. ദെൻ കേസ് 4 വരുന്നത് ഏതാണ്? വെനസ്ഡേ. ഓക്കെ, വെനസ്ഡേ കൊടുത്തു. ഇനി അഗൈൻ നമ്മൾ
ബ്രേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തത് കേസ് 4, കേസ് 5. ഓക്കെ, കേസ് 5 എന്ന് വരുമ്പോഴേക്കും നമ്മൾ സീ ഔട്ട് തേഴ്സ്ഡേ. തേഴ്സ്ഡേ കൊടുത്തു. ദെൻ നമ്മൾ അഗൈൻ ബ്രേക്ക് കൊടുത്തു. ദെൻ കേസ് 6 എന്ന് പറയുന്നത് ഫ്രൈഡേ അല്ലേ? ഓക്കെ, അപ്പോൾ സീ ഔട്ട് /n ഫ്രൈഡേ. ഓക്കെ ആണല്ലോ. ഇനി ബ്രേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി എന്താ ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ, നമുക്ക് സാറ്റർഡേ കൂടെ കൊടുക്കണം. അപ്പോൾ കേസ് 7 ആണെങ്കിൽ എന്ത് പറയാ, സീ ഔട്ട് /n സാറ്റർഡേ. ഓക്കെ, അപ്പം നമ്മൾ 7 വരെ ഉള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് നമ്മൾ എല്ലാ വീക്കിനെയും നമ്മൾ എഴുതി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, നമുക്ക് ഇനി ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുക്കാനുണ്ട് അല്ലേ? അതായത് ഇപ്പോൾ 1 മുതൽ 7 വരെ ടൈപ്പ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി ആരെങ്കിലും അതിന് മുന്നത്തെ 0യോ 8ഓ 12ഓ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നമ്പർ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം, ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണിക്കണ്ടേ? അപ്പോൾ ഡിഫോൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുക, ഒരു കോളൻ എടുക്കുക, എന്നിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുക, റോങ് ഇൻപുട്ട് എന്ന് കൊടുക്കുക. അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ട് തെറ്റിപ്പോയി. അപ്പോൾ റോങ് ഇൻപുട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ അവിടെ. അതായത് ഇതിനോട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റോങ് ഇൻപുട്ട് എന്ന് കൊടുത്തു. അപ്പോൾ ആ ഒരു സ്വിച്ച് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? എളുപ്പമല്ലേ എഴുതുന്നത്? അപ്പോൾ നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. എറർ വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് എറർ വന്നിരിക്കുന്നത്? ഓക്കെ, സ്വിച്ചിന് നമ്മൾ SWITCH ആണ്. ഓക്കെ, അപ്പോൾ അതാണ് എറർ. കാരണം ഇങ്ങനെ ഓരോ സ്പെല്ലിങ്ങിലൊക്കെ ആയിരിക്കും എറർ വരാം. ഇതാ, എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 7. ഓക്കെ, ഏത് നമ്പർ കൊടുക്കാം? നമുക്കൊരു 3 കൊടുക്കാം. ഓക്കെ, ട്യൂസ്ഡേ. 3 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആയിരുന്നോ? നോക്കിക്കേ, 3 ട്യൂസ്ഡേ. ആ, കറക്റ്റ്, കിട്ടിയല്ലേ? ഇനി നമുക്ക് വേറൊരു നമ്പർ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊരു 10 അടിച്ചു നോക്കാം. റോങ് ഇൻപുട്ട് കണ്ടോ? അപ്പോൾ നമ്മൾ ആ ഒരു നമ്പർ അല്ല, നമ്മൾ ആ ഒരു 1 മുതൽ 7 വരെയുള്ള കേസസ് അല്ലാതെ വേറെ കൊടുക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ക്ലിയർ ആയല്ലോ പ്രോഗ്രാം? അങ്ങനെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ 5 സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ സ്വിച്ചും എൽസ് ഇഫ് ലാഡും തമ്മിൽ ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ? അപ്പോൾ അത് രണ്ടിന്റെ കമ്പാരിസൺ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമായിരിക്കും. ഓക്കെ, ഇക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് മാത്രമായിരിക്കും സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം എൽസ് ഇഫിൽ വരുമ്പോഴേക്കും നമുക്ക് റിലേഷണലും ലോജിക്കൽ എക്സ്പ്രഷൻസും ഒക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി കേസ് കോൺസ്റ്റന്റ് മസ്റ്റ് ബി ആൻ ഇന്റീജർ ഓർ എ ക്യാരക്ടർ ടൈപ്പ് വാല്യൂ. അതായത് സ്വിച്ചിൽ നമ്മൾ കേസസ് എഴുതും അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് നോക്കിയ പ്രോഗ്രാമിൽ നമ്മൾ കേസിൽ കേസ് കോൺസ്റ്റന്റ് എന്താ കൊടുത്തിരുന്നത്, നമ്പേഴ്സ് ആയിരുന്നു. 1 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കേസ് കോൺസ്റ്റന്റ് ആയിട്ട് ആകെ ഇൻറ്റീജറും അതുപോലെ തന്നെ ക്യാരക്ടർ കോൺസ്റ്റന്റും മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ എൽസ് ഇഫ് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു കണ്ടീഷനിൽ എന്തൊക്കെ കൊടുക്കാം, റേഞ്ച് ഓഫ് വാല്യൂസും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ when no match is found, default statement is executed. അതായത് നമ്മൾ സ്വിച്ചിൽ ഒരു കേസും മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ when no expression is evaluates to true, else block is executed. അതായത് else if വരുമ്പോഴേക്കും ഒരു എക്സ്പ്രഷനും ട്രൂ ആയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് നേരെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ എൽസ് പാർട്ടിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. എൽസ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, സ്വിച്ചിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട്, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം വരും. ഓക്കെ, നമ്മൾ ഓരോ കേസ് എഴുതി കഴിയുമ്പോഴും നമ്മൾ താഴെ ഒരു ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കും അല്ലേ? അപ്പോൾ ആ ഒരു കീവേഡ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഈ ഒരു സ്വിച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതേസമയം എൽസ് ഇഫ് ലാഡറിൽ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആകും ആ ഒരു ബ്ലോക്കിൻ്റെ ഫുൾ കംപ്ലീഷൻ കഴിയുമ്പോഴേക്കും. ഓക്കെ, ആ ഒരു ബ്ലോക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് തന്നെ ഓട്ടോമാറ്റിക്കലി
എക്സിറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്വിച്ചും എൽസിഫും തമ്മിലുള്ള കമ്പാരിസൺ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ എഴുതാനായിട്ട് ചോദിക്കാനുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ഈ ഒരു ടോപ്പിക്കിൽ ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഈ ഒരു പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മൾ ഇതിന് മുന്നേ ഒരു ചാപ്റ്റർ പഠിച്ചപ്പം യൂണറി, ബൈനറി, ടെർണറി ഓപ്പറേറ്റേഴ്സിൽ ടെർണറി എന്ന് പറയുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അത് നമ്മൾ കൊടുത്തിരുന്നത് ഇങ്ങനെയാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കും കോളനും കൊടുത്തിട്ടാണ് ടെർണറി ഓപ്പറേറ്ററെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നത്. അതാണ് ഈ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ സിൻടാക്സ് നോക്കിക്കേ, നമുക്ക് ആദ്യം ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അതിന്റെ ട്രൂ ആയിട്ട് വരുമ്പോൾ ആ ഒരു ട്രൂ കേസ് കോഡ് കൊടുക്കുക, ദെൻ കോളൻ, അത് കഴിഞ്ഞിട്ട് ഫോൾസ് കേസ് കോഡ്. ഓക്കെ, അപ്പം നമ്മൾ ഇഫ് എൽസ് എഴുതുമല്ലോ. ഇഫ് എൽസ് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ? ആ ഒരു ഇഫ് എൽസിന്റെ സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ ആദ്യം ഇഫ് എഴുതും, പിന്നെ അതിന്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതും. ഓക്കെ, എന്നിട്ട് ഈ ഒരു എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിലുള്ള അതിൻ്റെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കൊടുക്കുന്നത് ട്രൂ കേസിന്റെ കോഡായിരിക്കും. ഇനി അത് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എൽസ് പാർട്ടിൽ സ്റ്റേറ്റ്മെന്റിൽ എന്ത് കൊടുക്കും? ഫോൾസ് കേസ് കോഡ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രോഗ്രാം ഒന്നും നമുക്കില്ല, ജസ്റ്റ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതൊരു ടെർണറി ഓപ്പറേറ്റർ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ സിൻടാക്സും പറഞ്ഞിരിക്കുക, ടെസ്റ്റ് എക്സ്പ്രഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ട്രൂ കേസ് ആദ്യം കൊടുക്കുക, അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു കോളൻ കൊടുക്കുന്നത്, അത് കഴിഞ്ഞ് ഫോൾസ് കേസിന്റെ കോഡ്, പിന്നെ ഈ ഒരു ജസ്റ്റ് എക്സാമ്പിൾ. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ എന്താ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, ആവർത്തന പ്രസ്താവനകൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഇപ്പൊ നിങ്ങൾക്കൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, if we have to execute a block of statement more than once, then iteration statements are used. Okay, അപ്പോൾ ഈ ഒരു ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് കൂടി വിളിക്കാം, അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് കൂടി നമുക്ക് ഈ ഒരു ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ വിളിക്കാം. അപ്പോൾ നമുക്ക് C++ൽ പഠിക്കാനുള്ള ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്: while, do while and for. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് വൈൽ ലൂപ്പ് എന്ന് പറയാം, വൈൽ സ്റ്റേറ്റ്മെന്റ് എന്നും പറയാം, അതുപോലെ ഫോർ ലൂപ്പ്, ഫോർ സ്റ്റേറ്റ്മെന്റ്, എങ്ങനെ വേണേലും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമ്മൾ ഇന്ന് നോക്കും. ഓരോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ സിൻടാക്സ് എങ്ങനെയാണ്, പിന്നെ അതിന്റെ ഓരോ പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതും നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്? 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു: വൈൽ ലൂപ്പ്, ഡു വൈൽ, ഫോർ ലൂപ്പ്. ഇത് ജസ്റ്റ് എല്ലാത്തിൻ്റെയും സിൻടാക്സ് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കുന്നുണ്ട്. വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മൾ വൈൽ എന്ന് പറയുന്ന കീവേഡ് എഴുതും, കണ്ടീഷൻ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കും, ദെൻ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. ഡു വൈൽ എന്ന് പറയുമ്പോഴേക്കും ആദ്യം ഡു, ദെൻ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈലിൽ കണ്ടീഷൻ കൊടുക്കുക. ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോഴേക്കും ഫോർ എന്ന കീവേഡ് എഴുതിയിട്ട് ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ, അപ്ഡേഷൻ, പിന്നെ താഴെ സ്റ്റേറ്റ്മെന്റ്സ്. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ലൂപ്പ്. ഇത് ലൂപ്പാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് കൂടെയാണെന്ന് പറഞ്ഞു. നമ്മൾ ഇതിനെ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, അതുപോലെ ഡു വൈൽ ലൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ലൂപ്പിന്റെ പാർട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൂപ്പിന്റെ പാർട്സ്, ചിലപ്പോൾ വേണമെങ്കിൽ ലൂപ്പിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ചിലപ്പോൾ ഒരു കോഡ് തന്നിട്ട്, ഒരു ലൂപ്പ് തന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് പാർട്സ് എന്ന് എടുത്ത് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ലൂപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ ആണ്. ഓക്കെ, അതായത് ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നമ്മൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്ത് വെക്കും. അതൊരു തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് വരുന്നതാണ് കണ്ടീഷൻ ചെക്കിങ്. ഓക്കെ, അതായത് നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷൻ നമ്മൾ അവിടെ ചെക്ക് ചെയ്യും. സെക്കൻഡ്, അത് ട്രൂ ആണെങ്കിൽ മാത്രമേ താഴെ ആ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നിർത്തും. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ബോഡി ഓഫ് ദ ലൂപ്പ് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഒന്നിൽ കൂടുതലോ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരും. ദെൻ അപ്ഡേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലൂപ്പ് വേരിയബിളിന് കൊടുക്കുന്ന അപ്ഡേഷൻ ആണ് ഇവിടെ അപ്ഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ പ്രോഗ്രാം എഴുതി വരുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് ഇനിഷ്യലൈസേഷൻ ഏതാണ്, കണ്ടീഷൻ ചെക്കിങ് ഏതാണ്, ബോഡി ഓഫ് ദ ലൂപ്പ് ഏതാ, അതുപോലെ അപ്ഡേഷൻ ഏതാണെന്നുള്ളത് ഓരോ ലൈൻ ഓഫ് കോഡ് കാണിച്ചിട്ട് മിസ് പറഞ്ഞുതരാം. ഓക്കെ,
അപ്പോൾ ഇത് ഇത്രയും ഓവറോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു പേരുകൾ പഠിച്ചു വെക്കുക. ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ ചെക്കിംഗ്, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ നമുക്ക് ഏതാണ്? നമുക്ക് ഡു വൈൽ ഉണ്ട്, വൈൽ ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങാം. ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈൽ ലൂപ്പാണ്. ഓക്കെ, വൈൽ പ്രസ്താവന. അപ്പോൾ വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് ഒന്ന് നോക്കിക്കേ. ആദ്യം തന്നെ ഇനിഷ്യലൈസേഷൻ ആണ്. എന്തിന്റെ? ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ ഇനിഷ്യലൈസേഷൻ ആണ് ആദ്യം വരുന്നത്. ദെൻ നമ്മൾ വൈൽ കൊടുത്തു, വൈൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഉള്ളിൽ സ്റ്റേറ്റ്മെന്റും അപ്ഡേഷനും കൊടുക്കാം. ഓക്കെ, എന്തിന്റെയാണ് അപ്ഡേഷൻ വരുന്നത്? ഇവിടെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ അപ്ഡേഷൻ ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ ഇതാണ് സിന്റാക്സ്. ഓക്കെ, while loop has a condition, it works only if the condition is true. അതായത് ഇവിടെ നമുക്കൊരു വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ഉണ്ടല്ലേ, ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഫുൾ വൈൽ ലൂപ്പും വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വൈൽ ലൂപ്പിനെ നമുക്ക് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, എൻട്രി കൺട്രോൾഡ് ലൂപ്പും ഉണ്ട്, അതുപോലെ തന്നെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും ഉണ്ട്. ഇത് വരുന്നത് എൻട്രി കൺട്രോൾഡ് ലൂപ്പായിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ്? ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. അതായത് 1 + 2 + 3 + ഇങ്ങനെ പോയി +10. ഇത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് അനുസരിച്ച്, അതായത് നമ്മുടെ സിന്റാക്സ് അനുസരിച്ച് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇനിഷ്യലൈസ് ചെയ്യണം. മിസ് ആദ്യം ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ലൂപ്പ് കൺട്രോൾ ഇനിഷ്യലൈസ് ചെയ്യണ്ടേ. ലൂപ്പ് കൺട്രോൾ എപ്പോഴും ഇൻഡീജർ ആയിട്ട് എടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഐ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലൂപ്പ് കൺട്രോൾ എടുത്തു. ഇവിടെ നമുക്ക് 1 മുതൽ 10 വരെയാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു വേരിയബിൾ ഒരൊറ്റ തവണ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഐക്ക് ഈ 1 എന്ന വാല്യൂ കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സം അല്ലേ. അപ്പൊ ഞാൻ സം = 0 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അത് അത്രയും ഇനിഷ്യലൈസ് ചെയ്തു. അതായത് നമ്മൾ ലൂപ്പ് കൺട്രോളും കൊടുത്തു, സം = 0 എന്നും കൊടുത്തു. ഇനി എന്താണ് നമ്മുടെ സിന്റാക്സിൽ അടുത്തത് വരുന്നത്? ഇനി അടുത്തത് നേരെ വൈലാണ്. ഓക്കെ, വൈലിൽ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഇപ്പൊ എന്താ കണ്ടീഷൻ? നമ്മൾ ഈ ഒരു കൊടുത്തിരിക്കുന്ന ഐ എന്ന് പറയുന്നത് <= നമുക്ക് എത്ര വരെയുള്ളതാണ് വേണ്ടത്? അതായത് എത്ര വരെ നമ്പേഴ്സിന്റെയാണ് നമുക്ക് സം കണ്ടുപിടിക്കേണ്ടത്? 10 വരെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു 10 ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ i <= 10 ആണെങ്കിൽ, അത് ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കണം? ട്രൂ ആണെങ്കിൽ നമ്മൾ ഉള്ളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം അല്ലെ. സ്റ്റേറ്റ്മെന്റ് എന്താ? നമുക്ക് സം അല്ലേ കണ്ടുപിടിക്കേണ്ടേ. അപ്പോ സം = ഓൾറെഡി സം എത്രയാ? 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആ സം പ്ലസ് ഐ എന്താണോ അത് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് അപ്ഡേഷൻ ഉണ്ട് അല്ലേ. അതായത് ഈ ഒരു ഐനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ++ ഐ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് വരുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം i= നമുക്ക് ഇവിടെ ഐയും കൊടുക്കാം, അതുപോലെ സമ്മും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഐ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 1 ആയിട്ട് കിട്ടി അല്ലേ. ഐയുടെ വാല്യൂ 1 എന്ന് കിട്ടി. അപ്പൊ സം എന്താന്ന് നോക്കിക്കേ. ഐയുടെ വാല്യൂ 1 ആണ്. നമ്മുടെ കണ്ടീഷൻ നോക്കിയേ, i <= 10. അപ്പൊ ഇപ്പൊ ഐ എന്താണ്? 1 അല്ലേ. അപ്പൊ 1 <= 10 ആണോ? ആണല്ലേ, കറക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാ? സം = സം പ്ലസ് ഐ എന്ന് ചെയ്യാം. ഓക്കെ, സം ഇവിടെ ഇപ്പൊ എത്രയാണ്? 0. ഐ എന്താണ്? 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ഐനെ ഇൻക്രിമെന്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താവും? ഈ 1 എന്ന് പറയുന്നത് 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഐ 2 ആയിട്ട് മാറി. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. i <= 10 ആണോ? ഐ ഇപ്പൊ എത്രയാ? 2 അല്ലേ. 2 <= 10 ആണോ? ആണല്ലേ. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാ? സം = സം പ്ലസ് ഐ ചെയ്യാ. അപ്പൊ സം ഇപ്പൊ എത്രയാണ്? 1 ആണ്. അപ്പോ 1 + ഐ എന്ന് പറയുന്നത് എത്രയാ? 2. അപ്പൊ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ, എഗെയിൻ എന്ത് ചെയ്യാ? ഐ ഇൻക്രിമെന്റ് ചെയ്യാ. അപ്പൊ നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടും. അങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ആയി വരും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ലാസ്റ്റ് 3 വന്നു, 4, 5, 6, 7, 8, 9, 10 എത്തി. ഓക്കെ, 10 എത്തി കഴിയുമ്പോഴേക്കും എന്താണ്? ഇവിടെ ഇപ്പൊ വരുമ്പോഴേക്കും ലാസ്റ്റ് 45 വന്ന് നിൽക്കുകയാണ് സം.
ഓക്കെ, നമുക്ക് ചെയ്ത് വരുമ്പോഴേക്കും അത്ര ആൻസർ കിട്ടും. അപ്പോൾ 10 വരുമ്പോൾ നോക്കിക്കേ, I less than or equal to 10, അതായത് 10 less than or equal to 10 ആണോ? ആണല്ലേ, 10 equal to 10 ആണ്. അപ്പം അത് കറക്റ്റാ. അപ്പം എന്ത് ചെയ്യുക, സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഇപ്പം സം എത്രയാ, 45. അപ്പോൾ 45 പ്ലസ് 10 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആൻസർ 55 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താ, നമുക്കൊന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴേക്കും ഐ എന്ന് പറയുന്നത് 11 ആയിട്ട് മാറും അല്ലെ. 11 ആയിട്ട് മാറുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കിക്കേ, 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അല്ല, തെറ്റാണല്ലേ. അപ്പൊ അതിന് താഴത്തെ എക്സിക്യൂട്ട് ചെയ്യില്ല, അത് അവിടെ വെച്ച് നിൽക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് പ്രോഗ്രാം ആയിട്ടൊന്ന് നോക്കിയാലോ. അങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്റ് ഐ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായിരുന്നു, സം ഉണ്ടല്ലേ, സം ഈക്വൽ ടു നമ്മൾ 0 എന്നും കൊടുത്തു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വൈൽ എഴുതാം, വൈൽ കണ്ടീഷൻ എഴുതാം. വൈൽ നിന്ന് കൊടുത്തു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ് നമ്മൾ കണ്ടീഷൻ എഴുതിയത് അല്ലേ. ദെൻ സ്റ്റേറ്റ്മെന്റ് എന്താ വരുന്നത്, സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് നമ്മൾ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഐനെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പൊ ഐനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു. ഇനി എന്താ നമുക്ക് വേണ്ടത്, ഇനി ഇതിന് തൊട്ട് താഴെ നമുക്ക് ഈ ഒരു സമ്മ് പ്രിന്റ് ചെയ്ത് കാണിക്കണ്ടേ. അപ്പോൾ സി ഔട്ട് സം എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇതാ ഫൈനൽ ആൻസർ നമുക്ക് 55 എന്ന് കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മുതൽ 10 വരെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 55 തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 1 മുതൽ എന്താ ഇപ്പോൾ ഒരു 15 വരെ ഉള്ളതിൻ്റെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ഒരു 10ന് പകരം 15 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് റൺ ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു 15 വരെ ഉള്ളതിൻ്റെ സം നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വൈൽ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ജസ്റ്റ് ആ ഒരു വൈൽ ലൂപ്പിൽ വരുന്നത് എങ്ങനെയാണ്, നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യേണ്ടതും കണ്ടീഷനും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളത് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ദാ 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് 120 എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ അപ്പോൾ പ്രോഗ്രാം എങ്ങനെയാണെന്നുള്ളത്. അടുത്തത് വരുന്നത് ഡു വൈൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഡു വൈൽ പ്രസ്താവന. അപ്പോൾ നമ്മൾ ഓൾറെഡി വൈൽ കംപ്ലീറ്റ് ചെയ്തു, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡു വൈൽ എന്ന് പറയുമ്പോഴേക്കും സിൻടാക്സ് നോക്കിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഡു കീവേഡ് കൊടുക്കുകയാണ്, ഡു എന്ന് കീവേഡ് കൊടുത്തു. എന്നിട്ട് നേരെ സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കുകയാണ്. ഓക്കെ, എന്താണോ നമുക്ക് ചെയ്യേണ്ട ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നേരെ കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലൂപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, വൈൽ ചെയ്തപ്പോൾ എന്തായിരുന്നു, നമ്മൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി, ദെൻ അത് അപ്ഡേറ്റ് ചെയ്തു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തു, അങ്ങനെയായിരുന്നു അല്ലേ. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ആദ്യം ഒരൊറ്റ തവണ അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷമാണ് ആ ഒരു കണ്ടീഷൻ ട്രൂ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഡു വൈൽ ലൂപ്പ് ചെക്സ് ദ കണ്ടീഷൻ ഓൺലി അറ്റ് ദ എൻഡ്. എൻഡിൽ മാത്രമാണ് ഡു വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ വർക്ക് അറ്റ്ലീസ്റ്റ് വൺസ് ഈവൺ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്. അതായത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും ഒരു തവണയെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ബോഡി ഓഫ് ലൂപ്പ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നാണ്. ഇപ്പൊ എന്തുകൊണ്ടാന്ന് മനസ്സിലായോ എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് എന്ന് പറഞ്ഞത്? എൻട്രി കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഡു വൈൽ വരുമ്പോഴേക്കും നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രോഗ്രാം നോക്കാം. സെയിം പ്രോഗ്രാം തന്നെ, അതായത് നമുക്ക് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണുന്ന സെയിം പ്രോഗ്രാം തന്നെ നമുക്ക് ഡു വൈൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. ഓക്കെ, ഡു വൈൽ വരുമ്പോൾ എന്താ, നമുക്ക് ആദ്യം ഇനിഷ്യലൈസേഷൻ ചെയ്യണം അല്ലേ. അതായത് ഇന്റ് ഐ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു, ദെൻ സം ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓക്കെ, അതങ്ങനെ തന്നെ. ഇനി എന്താ എഴുതേണ്ടത്, നമുക്ക് ഡു എഴുതണം അല്ലേ. ഡു എന്ന് കൊടുത്തു, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. സ്റ്റേറ്റ്മെന്റ് എന്താണ്, സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്.
ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് അപ്ഡേഷൻ ആണ്. അതായത് ഐ ഇൻക്രിമെന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ലൂപ്പ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, വൈൽ കൊടുക്കുന്നത്. ഓക്കെ, വൈലിൽ നമ്മൾ കണ്ടീഷൻ പറയാണ് എന്താ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 4 വരെയുള്ളത് കാണിച്ചു തരാം. ഓക്കെ, 4 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് സി ഔട്ടിൽ ജസ്റ്റ് നമുക്ക് ആ ഒരു സമ്മ് പ്രിന്റ് ചെയ്യാനായിട്ട് പറയും. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഡു വൈൽ വെച്ചിട്ട് ഈ ഒരു സെയിം പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. നമുക്കിവിടെ ഐന്റെ വാല്യൂ ഉണ്ട്, സമ്മും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പൊ ആദ്യം ഐ എന്ന് പറയുന്നത് എത്രയാ, 1 ആണ് അല്ലേ. സം എന്ന് പറയുന്നത് 0 ആയിരുന്നു. ആദ്യം എന്താ സംഭവിക്കുന്നത്, സം ഈക്വൽ ടു സം പ്ലസ് 1 ആദ്യം തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അതായത് അപ്പൊ ഇവിടത്തെ വാല്യൂ എന്താവും, 0 + 1 എന്നാവും. അപ്പൊ ഈ 0 മാറിയിട്ട് ഇവിടത്തെ വാല്യൂ നമുക്ക് 0 + 1 എന്താണ്, 1 എന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഐ ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഐ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഐന്റെ വാല്യൂ 2 ആയിട്ട് മാറും. ഇനി എന്ത് ചെയ്യും, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഐ ഇപ്പൊ എത്രയാ, 2 ആണ് അല്ലെ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ, 4 ആണ്, കറക്റ്റ് ആണ് അല്ലെ. 2 എന്ന് പറയുന്നത് 4-നേക്കാളും ചെറുതാണ്. അപ്പൊ അതാ ഓക്കെ. ഇനി എന്ത് ചെയ്യാ, ഇത് ട്രൂ ആയതുകൊണ്ട് തിരിച്ചിത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. എന്ത് വരും, സം ഈക്വൽ ടു സം പ്ലസ് 1 എന്ന് പറഞ്ഞു. സം ഇപ്പോൾ 1 ആയിരുന്നു, സം പ്ലസ് 1 അല്ല ഐ. സം ഓൾറെഡി ഇപ്പോൾ 1 ആണ്. അപ്പോൾ എഗെയിൻ സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് പറയുമ്പോഴേക്ക് എന്താവും, 1 + 2 3 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്യും. ഐനെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴേക്കും എന്താ, ഇത് 3 ആയിട്ട് വരും. ഐനെ ഇൻക്രിമെന്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഐയുടെ വാല്യൂ 3 ആയിട്ട് വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഐയുടെ വാല്യൂ 4-നേക്കാളും ചെറുതാണോ, 3 ആണ് ഇപ്പൊ ഐയുടെ വാല്യൂ. അപ്പൊ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ, ആണ്, കറക്റ്റ് ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. സം ഈക്വൽ ടു സം പ്ലസ് ഐ, അതിപ്പോ എന്താവും, 3 + 3 എന്ന് വരും, 6 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഐ ഇൻക്രിമെന്റ് ചെയ്യാം. അപ്പൊ എന്താ, 4 ആയി. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ, ആണല്ലേ. 4 ഈക്വൽ ടു 4 ആണ്. അപ്പൊ എന്താ, തിരിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു. സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് പറയുമ്പോഴേക്കും 6 + 4 10 എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഐ ഇൻക്രിമെന്റ് ചെയ്യാണ്. എത്രയാ, 5 ആയിട്ട് കിട്ടി. ഓക്കെ, 5 ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുക, ഇത് ചെക്ക് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ, അല്ല, തെറ്റാണല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ, ഇവിടെ വെച്ച് എന്ത് ചെയ്യും, എന്നിട്ട് സി ഔട്ട് സം എത്രയാണോ അത് പ്രിന്റ് ചെയ്യും. സം ഇപ്പൊ എത്രയാ, 10 ആണ്. അപ്പൊ 10 പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഡു വൈൽ വർക്ക് ചെയ്യുന്നത്. വൈൽ എന്താന്നുള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അത് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഡു വൈൽ വരുമ്പോഴേക്കും പറയുമ്പോൾ ക്ലിയർ ആകുള്ളൂ. മനസ്സിലായല്ലോ? നമുക്കിത് പ്രോഗ്രാമിൽ ഒന്ന് ചെയ്ത് നോക്കാം. സെയിം തന്നെയാണോ നമുക്ക് ആൻസർ കിട്ടുന്നതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ലൂപ്പ് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ഇൻറ്റ് ഐ ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ദെൻ സം എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് കൊടുക്കാം. നമ്മൾ ചെയ്യുന്നത് ഡു വൈൽ ആണല്ലേ. അപ്പോൾ ഡു എന്ന കീവേഡ് നമ്മൾ കൊടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു ഐ ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു. ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ഡു എഴുതി കഴിഞ്ഞ് അതിന് ശേഷം അതിന് പുറത്തായിട്ടാണ് നമ്മൾ വൈലിൽ കണ്ടീഷൻ കൊടുക്കുന്നത്. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷന് നമ്മൾ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇനി നമുക്ക് സി ഔട്ട് സം എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. നമുക്ക് ഇനി അതൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ? ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ ആദ്യം ഡു എഴുതി അതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കാം. ഇതാ നമുക്ക് ആൻസർ 55 എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെയും ഇത് തന്നെ നമ്മൾ വൈൽ വെച്ച് ചെയ്തപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് 55 ആയിരുന്നു. അപ്പോൾ അത് ഡു വൈൽ വെച്ച് ചെയ്തപ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ എങ്ങനെയാ പ്രോഗ്രാം ചെയ്യുന്നതെന്നുള്ളത്.